എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ തീർത്ഥയാത്രയിൽ ഒരു കണ്ണിയാവാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ വിഷയം അമ്മയെ സമ്പൂർണമായി നൽകുന്നു. അതിൻ്റെ വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 19:27. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യേശു തൻ്റെ വേദനയുടെ പാരമ്യത്തില് മരണമൊഴിയിലൂടെ പരിശുദ്ധ അമ്മയെ കുരിശിന്റെ താഴെ നിൽക്കുന്ന യോഹന്നാനിലൂടെ നമുക്ക് നൽകിയപ്പോൾ വാസ്തവത്തില് മറിയം സഭയുടെ അമ്മയായി മാറുകയായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അമ്മയെ സ്വീകരിക്കുന്നവൻ യേശുവിൻ്റെ അരികിലായിരിക്കും നിലയുറപ്പിക്കുക. അതാണ് വളരെ ഒരു വിശേഷത. അതിൻ്റെ യേശുവിൻ്റെ അമ്മയെ, അതായത് തൻ്റെ എല്ലാമായ അമ്മയെ അവസാന നിമിഷം നമുക്കായി നൽകാൻ ഈശോയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കുമെന്ന് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, മറിയം ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായും തന്നെ സമർപ്പിച്ച വ്യക്തിയാണ്. ഗബ്രിയേൽ ദൈവദൂതനിൽ നിന്ന് കേട്ട വചനത്തിന് മറിയം സ്വയം അടിയറ വയ്ക്കുകയാണ്, തന്നെ പൂർണ്ണമായിട്ട് നൽകുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:38. ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം. ഇങ്ങനെ ഇതിനെക്കുറിച്ച് തിരുസഭ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭ എന്ന പ്രമാണരേഖ പറയുന്ന പ്രകാരമാണ്, ഇങ്ങനെ ആദത്തിന്റെ മകളായ മറിയം ദൈവവചനത്തിന് സമ്മതം നൽകിക്കൊണ്ട് ഈശോയുടെ അമ്മയായി തീർന്നു. പരിശുദ്ധ മറിയം രണ്ടാം ഹവ്വയാണ് എന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായ പോളികാർപ്പ്, ആ പോളികാർപ്പിന്റെ ശിഷ്യനായ ഇരണേവുസ് പറയുന്നതും ഇത് തന്നെയാണ്, രണ്ടാം ഹവ്വ. മറിയം ഈശോയുടെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്റെ അമ്മയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന ദൈവ സൃഷ്ടിയിലെ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി. സൃഷ്ടികളിലെ ശരിക്കും പറഞ്ഞാൽ കിരീടം, അതാണ് മറിയം. സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതയായ വ്യക്തി. യൂത്ത് കാറ്റഗിസം പുസ്തകത്തിൽ പറയുന്ന പ്രകാരമാണ്, മറിയത്തെ ദൈവത്തിന്റെ അമ്മയെന്ന് വിളിക്കുന്ന ഏത് വ്യക്തിയും അതുവഴി അവളുടെ പുത്രൻ ദൈവമാണെന്ന് ഏറ്റുപറയുകയാണ്. ഇതേപോലെ തന്നെ വിശുദ്ധ അഗസ്റ്റിനും വളരെ മനോഹരമായിട്ട് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ വയ്യ. അവളുടെ വാക്കുകളും നോട്ടവും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് അങ്ങ് എനിക്ക് ഇത്തരം ഒരു അമ്മയെ നൽകിയത് കൊണ്ടാണ്. ഇത്ര മനോഹരമാണ് അഗസ്റ്റിന്റെ ആ ഒരു ഏറ്റുപറച്ചില്. ഇതുപോലെ തന്നെ മാതാവിന്റെ ഒരു വലിയ ഭക്തനായിരുന്നു ലൂയി ഡി മോൺഫോർട്ട്. അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. മാതാവിന് തൻ്റെ മക്കളോടുള്ള സ്നേഹം ലോകത്തിലുള്ള എല്ലാ അമ്മമാരുടെയും സ്നേഹം ചേർത്ത് വെച്ച് താരതമ്യം ചെയ്താലും തുല്യമാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അമ്മയുടെ സ്നേഹത്തിന് നമുക്ക് ഒരു
അളക്കാൻ പറ്റില്ല. അളക്കാൻ പറ്റാത്ത സ്നേഹമാണ് അമ്മയ്ക്ക് നമ്മോടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അമ്മയാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത്. ആ അമ്മയുടെ ചാരത്തണഞ്ഞാൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ട്. അതുപോലെ തന്നെ തിരുസഭയുടെ 58-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, തന്റെ ഏകജാതനോട് കൂടെ തീവ്രമായി വേദനിച്ചുകൊണ്ട് അവിടുത്തെ ബലിയിൽ മാതൃസഹജമായ ഹൃദയത്തോടെ അവൾ സഹകരിച്ചു. താൻ ജനിപ്പിച്ച ആ ബലിമൃഗത്തെ ഹോമിക്കാൻ സ്നേഹസമന്വിതം സമ്മതം നൽകി. മറിയത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറിയം വചനം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്നു. വചനത്തെ ഉദരത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തിലും മനസ്സിലും സ്വീകരിച്ചു. വചനം ശ്രവിക്കുക മാത്രമല്ല, പാലിക്കുകയും ചെയ്തു. നമുക്കറിയാം, 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള ഹന്നായുടെ കീർത്തനം മറിയത്തിന്റെ സ്തോത്രഗീതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വേറെ ഒരു പ്രത്യേകത മറിയത്തിന്റെ വിശ്വാസം മാതൃകാപരമാണ്. പുതിയ നിയമത്തില് മറിയത്തിന്റെ വിശ്വാസത്തെ ഒരുപാട് ശ്ലാഘിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൈകളിലേക്ക് എന്നും എപ്പോഴും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചലനാത്മകമായ പ്രക്രിയയാണത്. അതായത് എപ്പോഴും ആ ദൈവ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് മാതാവിൻ്റെത്. അത് എല്ലാ പ്രതിസന്ധികളിലും മാതാവ് ദൈവത്തെ കൂട്ടുപിടിക്കുന്നു. ദൈവവിശ്വാസത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറുന്നില്ല. വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക, മടിക്കാതെ അനുസരിക്കുക. ഈ ഫൗസ്റ്റീനയുടെ ഡയറി 354 പറയുന്ന ഒരു മനോഹരമായ കാര്യമുണ്ട്. നമ്മുടെ പ്രയത്നങ്ങൾ എത്ര വലുതാണെങ്കിലും അനുസരണയുടെ മുദ്രയില്ലെങ്കിൽ അത് ദൈവത്തിന് പ്രീതികരമായിരിക്കുകയില്ല. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും പിന്തിരിയാതെ മുന്നേറുക, ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണ വിശ്വസ്തയോടെ പൂർത്തിയാക്കുക. മാതാവിന്റെ ജീവിതത്തില് ആ ജീവിതം ആരംഭിച്ച്, നമുക്കറിയാം, മാതാവ് ഏകദേശം 3 വയസ്സ് മുതൽ 12 വയസ്സ് ദേവാലയത്തിലായിരുന്നു. ദേവാലയത്തിലായിരിക്കുന്ന ആ അവസരത്തിൽ തന്നെയാണ് 2 പേരും മരിക്കുന്നത്, അപ്പനും അമ്മയും. അപ്പൻ 6 വയസ്സുള്ളപ്പോഴും അമ്മ 8 വയസ്സുള്ളപ്പോഴും മരിക്കുകയാണ്. അങ്ങനെ അനാഥയായിട്ടുള്ള ഒരു മകളായിട്ടാണ് പിന്നീട് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അമ്മ അതിനുശേഷം മരണം വരെ മാതാവിന്റെ ജീവിതം ദുഃഖങ്ങളുടെയും ഒരുപാട് വേദനകളുടെയും അവസരങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ആ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു. അതുപോലെ തന്നെ മാതാവിന്റെ വേറൊരു പ്രത്യേകത, പരിശുദ്ധ അമ്മയുടെ ജീവിതം സ്തുതിപ്പിന്റെയും നന്ദിയുടെയും അവസരങ്ങളാക്കി മാറ്റി മാതാവ് ആനന്ദം അതിൽ കണ്ടെത്തി. എപ്പോഴും സ്തുതിക്കുന്ന മാതാവിന്റെ സ്തോത്രഗീതം തന്നെ പ്രസിദ്ധമാണ്. മാതാവ് എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ആ നന്ദിയും അതുപോലെ തന്നെ വചനമൊക്കെ മനസ്സിൽ ഇട്ട് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു മാതാവിൻ്റെ. പരിശുദ്ധ അമ്മ ഒരു പ്രാവശ്യം പോലും കരഞ്ഞതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മാതാവ് എല്ലാ ദുഃഖവും ഉള്ളില് സംഗ്രഹിച്ചു. വചനം ധ്യാനിച്ചുകൊണ്ട്, വചനം മനനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാകുന്നതിലുള്ള ആ ഒരു വലിയ ആനന്ദം മാതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3:2 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയെ നമുക്ക് നൽകിക്കൊണ്ട് പുത്രൻ പുരുഷന്മേൽ ചെയ്ത ആ വലിയ ഒരു പ്രഖ്യാപനം. അതുപോലെ തന്നെ പ്രഭാഷകൻ 3:4 പറയുന്നു: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയോടുള്ള ഭക്തി, നമുക്കുള്ള ഭക്തി എന്ന് പറയുന്നത് അത്
ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. നമ്മൾ എന്തുമാത്രം മാതാവിനെ ബഹുമാനിക്കുന്നുവോ ആദരിക്കുന്നുവോ അവിടെ ക്രിസ്തുവിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. ഈശോ പെസഹ രഹസ്യത്തിലൂടെ കൈവരിച്ച രക്ഷ മനുഷ്യകുലത്തിന് സംലഭ്യമാക്കുന്നത് വിതരണക്കാരിയായ അമ്മയിലൂടെയാണെന്ന് തെളിയിക്കുന്നതാണ് മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ. മാതാവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ യേശുവിന്റെ ആ രക്ഷാകര ദൗത്യം അത് പൂർണ്ണതയിൽ എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി ഉള്ള ആഹ്വാനമായിരുന്നു മാതാവിൻ്റെത്. നമുക്കറിയാം, വിശുദ്ധ ജോൺ പോൾ പാപ്പ തൻ്റെ മോട്ടോ ആയി എടുത്തത് തൂത്തൂസ് തൂസ്, മാതാവിലൂടെ യേശുവിനോടുള്ള പൂർണ്ണ സമർപ്പണം. നമുക്ക് ഈ മാതാവിനെ നൽകിയ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിൽ വിളയാടിയ എല്ലാ സുഹൃതങ്ങളും എല്ലാ നന്മകളും നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ മാതാവിൻ്റെ ഒരു 2 വരി സോങ് കൂടി പാടി ഈ വചനം പങ്കുവയ്ക്കൽ അവസാനിപ്പിക്കുകയാണ്. Immaculate Mary, your precious we sing. Immaculate Mary, your precious we sing. Ave, Ave, Ave Maria.